അടിപൊളി അടിപൊളി ഉറപ്പായിട്ടും കമ്പാക്ക് എന്ന് പറയാം. അത്യാവശ്യം നല്ല ഫണ്ണൊക്കെ ഉള്ള പടം. അത് പഴയ പോലെ തന്നെ അടിപൊളി എന്ന് പറയില്ല. അടിപൊളി അടിപൊളി നല്ല പടം. നിവിൻ ചേട്ടൻ അയച്ചോണ്ടൊക്കെ സൂപ്പർ അല്ലേ, അടിപൊളി. നല്ല വർക്കൗട്ട് കോമഡി, പിന്നെ കുറച്ച് കരയാനുണ്ട്. നല്ലൊരു ഫീൽ കൂടി. അഗ്രസത്തിന് നല്ല നന്ദിയുണ്ട്. ഇങ്ങനത്തെ ഒരു പടം ഞങ്ങൾക്ക് തന്നതിൽ എല്ലാവർക്കും. നല്ല പടമായിരുന്നു. കമ്പാക്ക് കമ്പാക്ക്. അതെ അതെ അതെ. വർക്കൗട്ടായി വർക്കൗട്ടായി. അടിപൊളിയാണ് അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. അതെ അതെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ കഴിഞ്ഞ കാണണം പറയണം. അതെ അടിപൊളിയായിരുന്നു. അതെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് ചിരിക്കാനായിട്ട് കോമഡി ആയിട്ടുണ്ട്. അതെ ഫീൽ ഗുഡ് പടമാണ്. അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. കോമഡി ആണെങ്കിലും അടിപൊളിയാണ്. ഒരുപാട് കാലത്ത് ഒരു നല്ലൊരു ഫീൽ ഗുഡായിട്ട് കംബാക്ക് എന്ന് പറയാം. അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാം. അതെ അതെ, കുറേ സംഭവങ്ങളുണ്ട് പഴയ. വർക്കായിട്ടായി അജു വർഗീസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നല്ല പടമായിരുന്നു. നല്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പാട്ട്. അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അടിപൊളി നല്ല പടമാണ്. നല്ല പടമാണ്. ഉണ്ട്. ആ ചാമിങ് നിവിൻ തന്നെയാണ് ഇതിനകത്തുള്ളത്. ആ കോംബോ നല്ലതാണ്. പിന്നെ റിയ ഷിബു എല്ലാവരും നന്നായിട്ട് ക്യാരക്ടേഴ്സൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ആ ഈ പടത്തിൽ കംബാക്ക് ഉണ്ട്. ധൈര്യമായിട്ട് കാണാം. ആ തൂക്ക് തൂക്ക്. ഒരു കംബാക്ക് എന്ന് പറയാം. രണ്ടുപേരും കൂടുമ്പോൾ അറിയാലോ, അവർ നല്ല സേഫായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സേഫ് സോണാണിത്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്. കോമഡി സീരിയസുമാണ്. നല്ല ഫണ്ണുണ്ട്. ഫാമിലി ഓഡിയൻസിനെ പറ്റുള്ളൂ. ഇത് അവരുടെ പടമാണ്. നല്ല ഫിലിമാണ്. ഉറപ്പായിട്ടും ആയിരിക്കും. അഖിൽ സത്യൻ നല്ലൊരു ഡയറക്ഷനാണ് കേട്ടോ. നല്ല പുള്ളിയുടെ അച്ഛനെ പോലെ തന്നെ ആ ഒരു ലെവലാണ് പിടിച്ചേക്കണത്. അതുപോലെയാണ് ഇപ്പൊ നിവിനും സത്യൻ. അതെ അതെ, അഖിൽ സത്യൻ. അവർ രണ്ടുപേരും നല്ല ഫണ്ണാണ്. അവരുള്ളതുകൊണ്ടാണ് പടം ഒരു എന്റർടൈൻമെന്റ് ആയത്. ഇനി ഞാൻ ദൃശ്യമൊന്നും കണ്ടിട്ടില്ല. അതൊക്കെ കണ്ടിട്ട് എന്തായാലും ഇത് നല്ലൊരു മറ്റേ ഫാമിലി ഓഡിയൻസിന് പറ്റിയ പടമാണ്. എന്തായാലും ഹിറ്റാവും. നാളെ ഒന്നും വേണ്ട. ശരി. ഞാൻ ഇത്ര നന്നാവും വിചാരിച്ചില്ല. എല്ലാ എൻ്റർടൈൻമെൻറ്റ് എലമെൻസും ഉണ്ട്. എന്നാൽ മെസ്സേജും ഉണ്ട്. ബ്രാഹ്മണിസം വിയസ് എത്തീസം, പാരസൈക്കോളജി, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു പടം. സത്യനന്ദിക്കാട് മകനാൻ തെളിയിച്ചിരിക്കുകയാണ്. നല്ലൊരു കോംബോ ആണ് വരിക. നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവാണ്. അത് പറഞ്ഞാൽ ലാലേട്ടൻ ശ്രീനിവാസൻ ആ കൊട്ടൈ കോംബോ ആണ്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ സത്യനന്ദിക്കാട് മോഹൻലാൽ ശ്രീനി കോമ്പിനേഷൻ പടം പൊളിയിരുന്നു. പഴയ ഓർമ്മകൾ വരുന്നു. എടുത്തു പറയാവുന്നത് നിവിൻ പോളിയുടേതാണ്. നിവിൻ പോളി തടിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ തിരിച്ചു വരും, ദിലീപ് തിരിച്ചു വരും, ഇപ്പോൾ നിവിൻ പോളിയും തിരിച്ചു വന്നിരിക്കുകയാണ്. ആരും ഫീൽഡ് ഔട്ട് ആയിട്ടില്ല. ആരാട്ടനും ഫീൽഡ് ഔട്ട് ആയിട്ടില്ല. ആരാട്ടൻ എങ്ങനെ തിരിച്ചു വന്നു അതേപോലെ നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുകയാണ്. ചെറുവാണ്. നിവിൻ പോളി വരുമെന്ന് ഞാൻ പറഞ്ഞതാണ്. നിവിൻ പോളിക്ക് ഇടയ്ക്ക് തൈറോയ്ഡ് പ്രോബ്ലം വന്ന് കുറച്ച് തടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കിട്ടിലാണ്. പഴയ ലാലേട്ടനെ കാണാം. 80 ലാലേട്ടൻ. സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ലാലേട്ടൻ പടം കാണുമ്പോൾ കാണാം. ശ്രീനിയായിട്ട് എന്നാൽ മരിച്ചുപോയി. എല്ലാം കൊണ്ട് നല്ല പടം. എല്ലാ എലമെൻസും ഉണ്ട്. സത്യനന്ദിക്കാട് പടമുള്ള കോമഡി, ആവശ്യം റൊമാൻസ് ഉണ്ട്. ഒരു വൾഗാരിറ്റി ഇല്ല. എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ പടം. ക്രിസ്മസിന് വലിയൊരു ഹിറ്റാണ്. ഇത്രയും നന്നാവും എന്ന് വിചാരിച്ചില്ല. ഡയറക്ഷൻ നല്ലതാണ്. എല്ലാം നല്ലതാണ്.